സമരം ചെയ്യാന്നല്ലോ, എന്താ ചെയ്യാ? സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. മക്കാടനാണ്. ഇന്നത്തെ നമ്മുടെ യാത്ര UAE ദുബായിൽ നിന്നും ഒമാനിലെ സലാലയിലേക്കാണ്. അപ്പോ ഏകദേശം 1400 കിലോമീറ്റർ ദൂരം വരുന്ന ഈ യാത്ര 3 ദിവസം എടുക്കും. എന്റെ ട്രെയിലർ ആയതുകൊണ്ട് 3 ദിവസം എടുത്താണ് അവിടെ എത്താൻ പറ്റുക. എന്തായാലും യാത്രയിലെ വിശേഷങ്ങൾ എന്തായാലും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാന്ന് വിചാരിച്ചു. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഒമാനില് നമുക്ക് കാണാനുള്ളത്. ഞാനിപ്പോ ഉള്ളത് സലാലയിലാണ്. സലാലയിൽ ദുബായിൽ നിന്ന് ഒരു ട്രിപ്പ് പോയിട്ട് വന്നാണ്. 2 ദിവസമായി ദുബായിൽ നിന്ന് പുറപ്പെട്ടിട്ട്. നല്ല അടിപൊളി സ്ഥലം കാണാൻ മാത്രമുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കേരളമായിട്ട് വളരെ സാദൃശ്യമുള്ള സ്ഥലം. നോക്കിയിട്ടുണ്ടെങ്കിൽ പുൽമേടുകളിൽ നിന്ന് ഒട്ടകങ്ങൾ മേയുന്ന കാണാം. ഒട്ടകങ്ങളൊക്കെ ഇങ്ങനെ മേയുന്ന കാണാം. നല്ല മൂന്നാറിലൊക്കെ പോയിട്ടുള്ള മൊട്ടക്കുന്നിൽ പച്ചപ്പിൽ ഇങ്ങനെ ഒട്ടകങ്ങളും പിന്നെ പശുക്കളും ആടുകളൊക്കെ ഇങ്ങനെ മേയുക ഫ്രീ ആയിട്ട്. അതുപോലെ തന്നെ പിന്നെ കടലുണ്ട്, വലിയ പാറകൾ. എന്ത് ബ്യൂട്ടിഫുള്ളാണ് കാണാൻ മാത്രമുണ്ട്. ഒരു 10 രൂപ ഡെസ്റ്റിനേഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ ജോലിയായിട്ട് വന്നതുകൊണ്ട് നമുക്കതൊന്നും കാണാൻ എക്സ്പ്ലോർ ചെയ്യാൻ ക്യാമറയിൽ എന്തൊക്കെയാണ് പതിഞ്ഞെന്ന് വെച്ചാൽ അത് മാത്രമാണ്. യാത്ര ചെയ്യാത്തവൻ കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെയാണെന്ന് പ്രവാചകന്റെ വാക്കുകൾ ഇവിടെ ഓർമ്മപ്പെടുത്തട്ടെ. ഒമാൻ ഒരു അത്ഭുതമാണ്. ആകാശം മുട്ട നിൽക്കുന്ന പർവ്വതങ്ങളും അതിൻ്റെ താഴ്വരകളിൽ കൊച്ചു ഗ്രാമങ്ങളും ആ ഗ്രാമങ്ങളോട് ചേർന്ന് കൃഷി സ്ഥലങ്ങളും പിന്നെ കിലോമീറ്ററുകളോളം പരന്ന് കിടക്കുന്ന മരുഭൂമി, വിജനമായ മരുഭൂമി. ഇങ്ങനെ എല്ലാം കൊണ്ടും വ്യത്യസ്തമായ ഒരു ഭൂമിയാണ് ഒമാൻ. സുഹൃത്തുക്കളെ, ഭൂപടത്തില് നമ്മളൊക്കെ ഒരു റോഡ് മാപ്പ് ഒന്ന് വരച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര ഉണ്ടാവും? നമുക്കൊക്കെ എത്ര വര കാണും? 2 3 വര കാണും അല്ലേ? നമ്മൾ ചിലപ്പോൾ പോയ പ്രവാസികളാണെങ്കിൽ UAEക്ക് വന്നതോ അല്ലെ സൗദിക്ക് വന്നതോ തിരിച്ചു പോയതോ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഉംറ ചെയ്യാൻ പോയതായിട്ടുള്ള 3 4 വരകൾ കാണും. എന്നാൽ ധാരാളം യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യനാണെങ്കിലോ അവന്റെ യാത്രയുടെ പാടുകൾ ഭൂമിക്ക് ചുറ്റും വരച്ചു വെച്ചിട്ടുണ്ടാവും. സപ്പോസ് നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര, അദ്ദേഹത്തിന്റെ റോഡ് മാപ്പ് ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഭൂമിക്ക് ചുറ്റും അദ്ദേഹം ചിത്രം വരച്ചു വെച്ചിട്ടുണ്ടാവും അല്ലേ? അങ്ങേരുടെ വാക്കുകളിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, യാത്ര ചെയ്യാത്തവര് ഒരു ബസ് സ്റ്റോപ്പിൽ വന്നിറങ്ങി അതേ ബസ് സ്റ്റോപ്പിൽ തന്നെ ഇരുന്ന് വേറൊരു ബസ്സിൽ തിരിച്ചു കയറി പോകുന്നതിൻ്റെ കൊണ്ടാണ്. നമ്മൾ ഭൂമിയിൽ വന്നു, ഇത്രയും വിശാലമായ ഭൂമി പരന്നു കിടക്കുകയാണ്. അപ്പൊ ഏതെങ്കിലും ഒരു സ്പോട്ടിൽ മാത്രം നമ്മൾ വന്ന് ഇറങ്ങി അവിടെ തന്നെ നിന്ന് തിരിച്ചു കയറി പോകുന്ന ഒരു കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. അധികം ആൾക്കാരും യാത്രയെ പറ്റി പറയുമ്പോൾ അതിന് സാമ്പത്തികം വേണ്ടേ, അതിന് എവിടെയാണ് സമയം എന്നൊക്കെയാണ് ചോദിക്കുക. ഞാനിപ്പോൾ എനിക്ക് യാത്ര ഇഷ്ടമായത് കൊണ്ട് ഞാൻ ഡ്രൈവർ പണി തിരഞ്ഞെടുത്തു. എൻ്റെ പ്രൊഫഷൻ ഇതായത് കൊണ്ട് തന്നെ എനിക്ക് ധാരാളം യാത്ര ചെയ്യാനുണ്ടാവും. ആ യാത്രയിൽ കൂടെ എനിക്ക് കാണാനുള്ള സ്ഥലങ്ങൾ മൊത്തം കാണാം, മനസ്സിന് പിടിച്ച ജോലി ചെയ്യുകയും ചെയ്യാം. ഒമാന്റെ ഭൂപ്രകൃതിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, വലിയൊരു പർവ്വതമോ മലയോ അതിന്റെ ചൂടില് അതിന്റെ താഴ്വാരത്തിൽ ഒരു 10 50 വീടുണ്ടാവും, അല്ലെങ്കിൽ 10 100 വീടുണ്ടാവും. അത് ഒരുവിധം എല്ലാ മലയുടെ ചുവട്ടിലും കാണാം ഒരു ഗ്രാമം. ആ ഗ്രാമത്തില് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. സ്കൂളുകളുണ്ടാവും, പെട്രോൾ സ്റ്റേഷൻ ഉണ്ടാവും, അവിടേക്ക് വേണ്ടി എല്ലാ റോഡുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് വിജനമായ സ്ഥലമായിരിക്കും. പിന്നെ അടുത്ത മലന്റെ താഴ്വാരത്തില് അടുത്ത ഗ്രാമം കാണാം. 3 ദിവസത്തെ യാത്ര ആയതുകൊണ്ട് തന്നെ ഞാൻ ഭക്ഷണം പാചകം ചെയ്ത് കഴിച്ചാണ് പോയത്.
അത്യാവശ്യം നമ്മളൊരു 500 കിലോമീറ്റർ ഓടുമ്പോൾ വണ്ടി സൈഡാക്കിയിട്ട് ഭക്ഷണം പാചകം ചെയ്യും. നമുക്കൊരു റെസ്റ്റ് ആവും, പിന്നെ വണ്ടിക്ക് ഒരു റെസ്റ്റ് ആവും. അതിനുശേഷം ഒരു ദിവസം 500-600 കിലോമീറ്റർ മാത്രമേ ഞാൻ ഓടിയിരുന്നുള്ളൂ. മൊട്ടക്കുന്നുകളിൽ പുല്ല് മേയുന്ന ഒട്ടകങ്ങളെയും കാണാറുണ്ട്, പശുക്കളെയും ആടുകളെയും എല്ലാം കാണാറുണ്ട്. പിന്നെ ഈ മലന്റെ മുകളിൽ മേഘങ്ങൾ ഇങ്ങനെ തഴുകി തലോടി കിടക്കുന്നത് കാണാൻ പറ്റും. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഈ ഹൈവേക്ക് ഇങ്ങനെ നമ്മുടെ വണ്ടി കയറി പോകുമ്പോൾ വളരെ രസകരമായിട്ടുള്ള കാഴ്ചയാണ്. പിന്നെ തെങ്ങിൻ തോട്ടം നമ്മുടെ നാട്ടിനെ ഓർമ്മിക്കുക. അത് ഒരു നിമിഷത്തേക്ക് നമ്മുടെ നാട്ടിലെത്തി എന്ന് ചിന്തിക്കുക. അങ്ങനെ തോന്നിപ്പോകുന്ന വിധം തെങ്ങിന്റെ തോട്ടങ്ങൾ ഇങ്ങനെ ഇവിടെ ധാരാളം കാണാനുണ്ട്. അപ്പൊ ഇത്രയാണ് സലാലയുടെ വിശേഷങ്ങൾ. അപ്പൊ സുഹൃത്തുക്കളെ, 5ാമത്തെ ദിവസം നമ്മള് നമ്മുടെ സ്വന്തം നാടായ ദുബായിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. 5ാമത്തെ ദിവസം രാത്രി ഒരു 8-9 മണിയോടുകൂടി നമ്മൾ നമ്മുടെ സ്വന്തം സ്ഥലമായ ദുബായിലെ അൽക്കൂസിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, യാത്രകൾ അവസാനിക്കുന്നില്ല. അടുത്ത ഒരു നാടിന്റെ വിശേഷവുമായി, ഒരു യാത്രയുടെ വിശേഷവുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അതുവരേക്കും തൽക്കാലം വിടാം. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജം. തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും വിടാം. ബൈ.